ഇപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ 100 രൂപ മാത്രമുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ. പക്ഷെ എൻ്റെ അടുത്ത് ആ 100 രൂപയും അന്നൊരാളൊന്ന് ചോദിച്ചു കൊടുത്തിട്ട് പോയ ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ വീട്ടിലെത്തി രാത്രി കിടങ്ങുന്ന ഞാനപ്പോൾ ഒന്നും ചിന്തിക്കണില്ല. ഞാനത് അവർക്ക് അതുകൊണ്ട് അവർക്ക് ആ അന്നത്തെ ഒരു ദിവസം ഒരു പട്ടിണി മാറുകയാണ് അവരുടെ. പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ എപ്പോഴും അത് എന്തോ ഒരു മിറാക്കിൾ പോലെ എനിക്കത് തോന്നിയിട്ടുള്ളത്. അന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് എനിക്ക് പിറ്റേ ദിവസം പുതിയ വർക്ക് വന്നിട്ടുണ്ടാവും. അല്ലെ? അപ്പൊ നമുക്ക് അതിന്റെ എത്രയോ ഇരട്ടിയാണ് പിറ്റേ ദിവസം നമുക്ക് കിട്ടുന്നത്. നമ്മൾ എത്ര കൊടുക്കുന്നു അത് തിരിച്ചു കിട്ടും. കൊടുക്കുന്നതല്ല കിട്ടുക. അത് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് കൊടുക്കുന്നതല്ല കിട്ടണം, കൊടുക്കുന്നതിന്റെ അതിന്റെ എത്രയോ ഇരട്ടി നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത്. കാരണം നമ്മൾ കൊടുക്കുന്ന മനസ്സാണ് ഏറ്റവും വലുത്. വളരെ നിറഞ്ഞ മനസ്സോടെ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. വെരി ഗുഡ്. ഇപ്പൊ നിഷയ്ക്ക് എന്തായിരിക്കും ഒരു ഫൈനൽ അഡ്വൈസ്? ഇപ്പൊ നമ്മുടെ ഓഡിയൻസ് ഇതിൽ ശരിയാണ്, നമ്മൾ വുമൻസ് ഡേ എന്നൊക്കെ പറഞ്ഞത്, പക്ഷെ എന്നാലും ഒരു ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഇപ്പോൾ നിങ്ങളെ പോലത്തേക്ക് ഒരു ലൈഫ് കടന്ന് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന സന്തോഷം എന്നുള്ള ലെവലിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് എന്തായിരിക്കും ഒരു കരിയർ വൈസ് ആണെങ്കിലും ഫാമിലി വൈസ് ആണെങ്കിലും മണി വൈസ് ആയുള്ള ഒരു അഡ്വൈസ്? സിമ്പിളാണ് ആ കാര്യം. നമ്മുടെ മുമ്പിലുള്ള നമ്മളെക്കാൾ സങ്കടമുള്ള ആൾക്കാരെ ഒന്ന് കാണുക. അപ്പൊ നമ്മള് രാജാക്കന്മാരല്ലേടോ, അല്ലേ? നമ്മളെപ്പോഴും കാണുക എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ടെൻഷൻ അടിക്കുന്ന ആൾക്കാർ എപ്പോഴും കാണുമെന്ന് അറിയാമോ? അവരെക്കാൾ മുകളിലുള്ള ആൾക്കാരെയാണ് കാണുന്നത്.